അപ്പോൾ വേദങ്ങളും ഇത്തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, നിധിശേഖരമാണ്. അപ്പോൾ അതിലേക്ക് എത്തലി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ ജന്മം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ എൻ്റെ ജീവിതം ഇതിനാണ് എന്ന് തന്നെ തീരുമാനിച്ച് നിശ്ചയിച്ച് പുറപ്പെട്ടാൽ മാത്രമേ വേദത്തിലുള്ള മന്ത്രങ്ങൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ ഈശ്വര ആരാധനയ്ക്കപ്പുറമുള്ള ജ്ഞാനശേഖരത്തെ നമുക്ക് വലിച്ച് പുറത്തേക്കെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വേണ്ടത്? ആ അറിവുകളെ കുറച്ചും കൂടി എളുപ്പത്തിൽ, കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി അർഹതപ്പെട്ട, എല്ലാവരും അർഹരല്ല എന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറേ പേര് ഇതിനോട് ആഗ്രഹമുള്ള ആളുകളുണ്ടാകും. അവരിലേക്ക് എത്തിക്കുവാനാണ് ഇത്തരത്തിലുള്ള നമ്മുടെ പുരാണങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ രാമായണം എന്ന് പറയുന്ന കാവ്യം. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് സാക്ഷാൽ വേദങ്ങൾ തന്നെയാണ്. വേദം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഈ രാമായണം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും റൂട്ട് വെവ്വേറെയാണ് എന്നുള്ളതാണ്. ലക്ഷ്യം ഒന്നാണ്. പല ദേശങ്ങളിൽ കൂടി പല രീതിയിൽ, ചിലത് റോട്ടിൽ കൂടി പോന്നു, ചിലത് ട്രെയിനിൽ കൂടി പോന്നു, ചിലത് എയറിൽ കൂടി പോന്നു എന്ന് പറയുന്നത് മാതിരിയുള്ള അതിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസമുണ്ട്. യാത്രയുടെ ചില പ്രത്യേകതകളുണ്ട്. ബുദ്ധിമുട്ടിനും എളുപ്പത്തിനും എല്ലാം സുഖകരമായിട്ടുള്ള അവസ്ഥ ആണോ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വേദം എന്താണോ, വേദം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനം എന്നാണ്. അതിനകത്ത് ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന അറിവുകൾക്ക് അറ്റമില്ല എന്നുള്ളതാണ്. ഭാരതീയ സത്യത്തിൽ ഇന്ന് അതേക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആളുകളും വളരെ വേദത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ അറിയുന്ന ആളുകൾ സംസ്കൃത പണ്ഡിതർക്കിടയിൽ പോലും വളരെ വിരളമായി മാറിയിരിക്കുന്നു. അപ്പോൾ വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഒരു സാധാരണ ലൗകികനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണോ വേണ്ടത്, അതാണ് ഈ രാമായണത്തിലും വരുന്നത്. വാൽമീകി മഹർഷി അത് നമ്മളിലേക്ക് എത്തിക്കാനാണ് ഈ രാമായണം രചിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണേ ഉള്ളൂ. കാരണം ഇതാണ് രാമായണത്തിന് അന്തമില്ല ഇതിന് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ വളരെ വേറെ ദിശയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് നമ്മൾ സാധാരണ നാമം ചൊല്ലുന്ന സമയത്താണ് രാമായണവും വായിക്കുക കൂടുതൽ പേര്, കാലത്ത് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്. അപ്പോൾ സന്ധ്യയ്ക്ക് ഹനുമാൻ ഇത് സന്ധ്യാവന്ദനത്തിന് പോകുന്ന സമയമാണ്. അപ്പോൾ ഹനുമാൻ്റെ കോപമുണ്ടാകും, സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല. ആണോ? അല്ല, ഇതാണ് സമൂഹത്തിൽ പറയുന്നത്. ശരിക്കും സന്ധ്യ സമയത്താണല്ലോ അല്ലേ? അപ്പൊ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഇതെടുത്തിട്ട് മാറ്റിവെക്കാൻ അങ്ങനെ ഒരു തോന്നൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ 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 സാധാരണയായിട്ടുള്ള ജനങ്ങളാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞു പാടില്ല, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇനി ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ചെയ്യാൻ പാടില്ലാത്തത് വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ സന്ധ്യാസമയത്ത് എടുത്ത് മാറ്റി. ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അപ്പോൾ ഹനുമാൻ സന്ധ്യാവന്ദനത്തിന് പോയിക്കോട്ടെ, നമ്മുടെ സന്ധ്യാവന്ദനം തന്നെയാണിത്, ഭഗവാനെ വന്ദിക്കലാണിത്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് വായിക്കാം, അടിവരയിട്ട് പറയുകയാണ്, അത് ഒഴിവാക്കരുത്. അതുപോലെ പിന്നെ ചിലർ പറയും ഈ യുദ്ധകാന്ഡം വായിക്കാൻ പാടില്ല, അത് വായിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് യുദ്ധമുണ്ടാകും. ഇത് രാമായണത്തിൻ്റെ ഭാഗമാണ്. പല യുദ്ധതന്ത്രങ്ങളും പല ക്ഷമാശീലങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് യുദ്ധകാന്ഡമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്, ഇല്ലേ? അതൊരു എനർജി ഇങ്ങോട്ട് കയറി വരലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അത് വായിക്കില്ല, കുറേ ഭാഗം ഒഴിവായിപ്പോയി. വീണ്ടും പറയുകയാണ്, ഉറപ്പായിട്ടും രാമായണം സമ്പൂർണ്ണമായി വായിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും യുദ്ധകാന്ഡവും വായിച്ചിരിക്കണം. പിന്നെ ഇനി അടുത്തത് ഉത്തര രാമായണമുണ്ട്.
വാൽമീകി മഹർഷി രചിച്ചതാണെന്നും അല്ലെന്നും പറയുന്നുണ്ട്. ഭവഭൂതിയുടെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഉത്തരരാമായണം. ഭവഭൂതി എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ്റെ വലിയ സംസ്കൃത കവി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഉത്തരരാമായണം അതെന്തുകൊണ്ടാണ് ഇത് ഈ രാമരാവണ യുദ്ധം എല്ലാം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് സീതയെ ഉപേക്ഷിക്കുന്ന ഭാഗമാണ്. അതിലുള്ള രാമൻ്റെ ദുഃഖവും സീതയുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഉത്തരരാമായണത്തിൽ വരുന്നത്. അത് പാടില്ല, അത് വായിക്കാൻ പാടില്ല. സീതയെ ഉപേക്ഷിച്ച പോലെ നമ്മളെയും ഉപേക്ഷിക്കും. ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ പുരുഷൻ തൻ്റെ ഭാര്യാവിയോഗത്തിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് അത് മുഴുവനും ഭവഭൂതി അതിമനോഹരമായിട്ട് വർണ്ണിച്ചു വച്ചിരിക്കുന്നുണ്ട്. അത് വായിച്ചില്ലെങ്കിൽ വലിയൊരു സാഹിത്യ സൃഷ്ടിയെ ആസ്വദിക്കാനുള്ള നമ്മുടെ ഭാഗ്യമാണ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഉത്തരരാമായണം വായിക്കാം. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയവാസം പറഞ്ഞ് സമൂഹത്തിൽ അത് ചിലപ്പോൾ അറിവുള്ള ആളുകളാണ് എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില വ്യക്തികളായിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ വിശേഷിച്ചും സ്ത്രീജനങ്ങളൊക്കെയാണ് ഒരുപാട് വായിക്കുന്നത്. അവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും മെനക്കെടുന്നില്ല. പാടില്ലാത്തത് ചെയ്തിട്ട് പാപം വരുത്തി വെക്കണ്ടല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട് അവരിതെല്ലാം ഒഴിവാക്കുക ചെയ്യുന്നത്. മറ്റൊരു സമയം സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ രാമായണം വായനയെ ഒഴിവാക്കി എന്ന് വരും. ഒന്നും ചെയ്യരുത്, എപ്പോഴാണോ സമയം കിട്ടുന്നത് എന്നും പറഞ്ഞുകൂടാ. നമ്മളുടെ ശരിക്കും ഇത് ഈ രാമായണമായാലും ഭാഗവതായാലും ഇത്തരത്തിലുള്ള നമ്മളുടെ പുരാണ ഇതിഹാസ കൃതികൾ വായിച്ച് തുടങ്ങുമ്പോഴാണ് ഈശ്വര ഈ കാലത്ത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ കാലം മുഴുവനും ഇതൊന്നും എനിക്ക് വായിക്കാം, ഒരു 4 വരി വായിക്കാൻ തോന്നിയില്ലല്ലോ എന്നുള്ള നഷ്ടബോധം അനുഭവിക്കുന്നത് അപ്പോഴാണ്. ഇതിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക. രാമായണം നമ്മൾ പറഞ്ഞല്ലോ, വായിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ രസം അറിയുന്നത്. അതേപോലെ തന്നെ ഇപ്പം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണം എന്നൊരു നിഷ്കർഷ വന്നിട്ടുണ്ട്. പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പണ്ടത്തതിനേക്കാൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ ഈ രാമായണം. അതൊരു ഫാഷൻ്റെ ഭാഗമായിട്ട്, ഒരു അന്തസ്സിൻ്റെ ഭാഗമായിട്ട്, ഭക്തിയുടെ ഭാഗമായിട്ട്, ഇങ്ങനെയൊക്കെ പല വേർഷനുകളിലാണ് ഈ രാമായണ വായന നടക്കുന്നത്. എന്തുകൊണ്ട് തന്നെ ആയാലും ഈ രാമായണ വായന നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതം മാറിമറിയും. എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ വായിക്കുന്നത് എന്നല്ല വിഷയം. തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു വർഷം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ പുരാണമായിട്ടുള്ള ഒരു കൃതിയെ വായിക്കണു, എല്ലാവരും വായിക്കണു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വായിക്കുന്നു. ഞാൻ അബദ്ധവശാൽ അമ്പല കമ്മിറ്റിയിൽ പെട്ടുപോയി, അതുകൊണ്ട് അല്ലെങ്കിൽ 10 പേര് വായിക്കണു, അപ്പോൾ 11ാമതൊരാളും കൂടി വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയോ ഞാൻ ആ സാഹചര്യത്തിൽ പെട്ടതുകൊണ്ട് നിർബന്ധിതനായി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പലരും വായന തുടങ്ങുന്നത്. ആദ്യത്തെ വായനയിൽ കേവലം ഒരു ബാഹ്യമായിട്ടുള്ള ആകർഷക മാത്രമാണ് ഇതിനുണ്ടാവുക. പെട്ടുപോയത് കൊണ്ട് വായിച്ചെടുത്തേ പറ്റൂ, കാരണം ഇല്ലെങ്കിൽ മലയാളം എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നാട്ടുകാർ പറയില്ലേ. ഇങ്ങനെയൊക്കെയാണ് പലരും വന്ന് ചാടുന്നത്. പക്ഷേ ഉറപ്പായിട്ടും വായിച്ച് ഒരു 3 ദിവസം വായിച്ച്, 4 ദിവസം വായിച്ച്, 5 ദിവസം വായിച്ച് ഇത് കഴിഞ്ഞു പോകുമ്പോൾ, അതായത് കർക്കിടക മാസം കഴിഞ്ഞ് വായിക്കരുതെന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞേക്കണത്. ഈ കർക്കിടക മാസം അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം ഫീൽ ചെയ്തു തുടങ്ങും. പിന്നെ അടുത്ത കർക്കിടകത്തിനായിട്ടുള്ള അടുത്ത രാമായണ വായനയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. രണ്ടാമത്തെ ഒരു വായനയിൽ കുറച്ച് ഇതിൻ്റെ കഥാഭാഗങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും. പിന്നത്തെ വായനയിലായിരിക്കും ചില കഥാപാത്രങ്ങൾ ഇത് ഞാനാണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഘട്ടം ഞാൻ കടന്നു പോയിട്ടുണ്ടല്ലോ, അന്ന് എനിക്കിങ്ങനെ ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, നാളെ ഒരു പക്ഷേ എനിക്കിങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മളുടെ ചിന്തകളെ, നമ്മുടെ ജീവിതത്തെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് ഇതിന് ചുറ്റും
നമ്മളിങ്ങനെ അല്ലെങ്കിൽ രാമായണം നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചമായിട്ട് തീരും. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. പിന്നീടാണ് ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ ഈ ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ, ഓരോ സാഹചര്യങ്ങൾ അത്ഭുതകരമായിട്ടാണ് തോന്നുക നമുക്ക്. ഇതിൻ്റെ ഈ ബാലകാണ്ഡത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഓരോ കാണ്ഡം എന്നൊക്കെ ഈ പേരിടയിൽ കൊടുത്തത്, അതായത് ഇപ്പോഴത്തെ നമ്മൾക്ക് കിട്ടുന്ന പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ഹെഡിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ ഹെഡിങ് പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. കാരണം ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരികയാണ്. എന്തൊരു അത്ഭുതകരമാണെന്നോ അതിൻ്റെ ഇങ്ങനെ ഈ ചെങ്ങല കണ്ണികൾ പോലെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു കഥയിൽ നിന്നും അടുത്ത കഥയിലേക്ക് പോകുന്നത് നമ്മൾ അറിയുകയേയില്ല. എവിടെ നിന്നാണ് ഈ കഥ തുടങ്ങിയതെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ പുറകോട്ട് നോക്കേണ്ടി വരും. അപ്പോഴാണ് ഒന്നിൽ നിന്നും മറ്റതിലേക്ക് കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുക. അത്രയ്ക്ക് നമ്മളെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഒഴുക്ക് തന്നെയാണിത്. ഈ തമസാ നദിയുടെ തീരത്ത് നിന്നാണ് വാൽമീകി മഹർഷി രാമായണം രചിക്കുന്നത്. ഈ തമസാ നദിയുടെ വിശേഷത എന്താ വെച്ചാൽ വളരെ ശാന്തമാണ് ഈ നദി എന്നുള്ളതാണ്. അപ്പോൾ തമസാ നദിയുടെ ഒഴുക്ക് പോലെ തന്നെയാണ് ഈ രാമായണത്തിൻ്റെ പല 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 കഥകളുടെ ഒരു ഒഴുക്കും വരുന്നത്. നമ്മളും അതിൻ്റെ ആ കുളിര് ഇങ്ങനെ ആസ്വദിച്ച് ആ തീരത്തിരുന്ന് അതിൻ്റെ കാറ്റേറ്റ് ആ കിളികളുടെ നാദം കേട്ട് അതിലിങ്ങനെ ലയിച്ചങ്ങോട്ട് ചേരും. ആ ലയനമാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഓരോ കണ്ടം എടുത്തു കഴിഞ്ഞാലും രാമൻ്റെ ജനനം മുതൽക്ക് രാമൻ്റെ ശ്രീരാമനുള്ളത് കൊണ്ടാണല്ലോ രാമായണ കഥ വരുന്നത്. രാമജനനം ഒരു ശാപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദശരഥ മഹാരാജാവിന് അപത്യ ദുഃഖം, സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിച്ച് അങ്ങനെ വിഷണ്ണനായി അങ്ങനെ ഇരിക്കെ ഈ ദുഃഖത്തിൽ നിന്നും പ്രായവും ഏറെയായി. അപ്പോൾ ഈ ദുഃഖത്തിൽ നിന്നും കരകയറാനായിട്ട് നായാട്ടിന് പോവുകയാണ്. രാജാക്കന്മാരുടെ വിനോദമാണ് നായാട്ട്. മാത്രമല്ല ദേശത്തിൻ്റെ സംരക്ഷണവും നായാട്ടിൻ കാരണം വനത്തിൽ ഈ ക്രൂരമൃഗങ്ങൾ പരിധിയിലധികം പ്രജനനം നടന്നു കഴിയുമ്പോഴത്തേക്കും എണ്ണത്തിലധികം ധാരാളമായിട്ട്, അപ്പം അത് നാടിന് ഉപദ്രവമായിട്ട് വരുമ്പോൾ രാജാക്കന്മാർ നായാടി തന്നെ ഈ ഉപദ്രവത്തെ തീർക്കണം. അപ്പം അങ്ങനെ നായാട്ടിനായിട്ട് പോയി ദേഹത്തിൻ്റെ ദുഃഖത്തെ മാറ്റാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴാണ് അവിടെ ഇങ്ങനെ നായാടി തളർന്ന് വൃക്ഷത്തിൻ്റെ ഒരു ഛായയിൽ തണലിൽ ഇങ്ങനെ കിടന്ന് ഒരു പകുതി മയക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആന വെള്ളം കുടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. ഈ ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു അർദ്ധമയക്കത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് അമ്പെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ രാജാവല്ല, ചക്രവർത്തിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ രാജധർമ്മത്തിന് വിപരീതമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. ഒന്ന്, ആനയാണ് എന്ന് ധരിച്ചിട്ട് അമ്പെയ്യുകയാണ് ചെയ്യുന്നത്. ആനകളെ കൊല്ലാൻ, ആനകളെ ഉപദ്രവിക്കാൻ രാജധർമ്മം അനുവദിക്കുന്നില്ല. ശരിയാ. മയക്കത്തിൽ നിന്നും ഉണർന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതിനെയൊക്കെയാണ് നമ്മൾ വിധി എന്ന് പറയുന്നത്. ചിലത് നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് മുനികുമാരനിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അവരെ ശുശ്രൂഷിച്ച് മുനികുമാരൻ ഇങ്ങനെ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കോരാനായിട്ട് കുടത്തിനകത്ത് വെള്ളം കുളു 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 എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ശബ്ദം, കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദമാണ് ആനയുടെ ശബ്ദമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഇദ്ദേഹം അമ്പെയ്യുന്നത്. അപ്പോൾ മുനികുമാരൻ അപ്പോൾ ഓടിച്ചെന്നു. തെറ്റ് മനസ്സിലായി, കരച്ചിൽ കേട്ടപ്പോഴും മനസ്സിലായി ഇത് മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടപ്പോഴും. അപ്പോൾ ഓടിച്ചെന്ന് മുനികുമാരനെ എടുത്തു. ഏതാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മുനികുമാരൻ ഉറപ്പാണ് രാജാവിൻ്റെ അമ്പ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അധിക സമയം ഉണ്ടാവില്ല. അപ്പോൾ മുനികുമാരൻ പറയും ഇങ്ങനെ, എൻ്റെ അച്ഛനമ്മമാരുണ്ട്, അവർക്ക് അന്ധതയാണ്, അത് അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടുന്നത് ഈ വിവരം പോയിട്ട് അവരോട് പറയണം, ഇല്ലെങ്കിൽ അവരെന്നെ കാത്തിരിക്കുകയാണ്, ഇതെത്തിയിട്ട് വേണം അവർക്ക് ഈ സന്ധ്യാവന്ദനാദി ക്രിയകളൊക്കെ ചെയ്യാനായിട്ട്, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അവരെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ കുമാരനെ അവിടെ അദ്ദേഹം രാജധർമ്മം മാത്രമല്ല ഒരു മനുഷ്യധർമ്മവുമാണ് പാലിക്കുന്നത്. ഒരു തെറ്റ് പറ്റിയെങ്കിൽ പോലും ഈ വിവരം അദ്ദേഹം
ഈ മുനികുമാരൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് പറയും, വിവരം പറയും, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാതെ, കാരണം അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകനാണ്. അങ്ങനെ ഈ അവരെ കൊണ്ടുവന്ന് മുനികുമാരനെ കാണിക്കുകയും ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് പറ്റി, ഇനിയൊന്നും നിവർത്തിയില്ല, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്ത് തരാൻ സാധിക്കാൻ, ചിതയൊരുക്കാൻ പറയും. ചിതയൊരുക്കി മുനികുമാരൻ്റെ ദേഹം അതിൽ കിടത്തി. അപ്പോൾ ഈ ചിതയിൽ ചാടി ഈ അച്ഛനും അമ്മയും കൂടി മരിക്കുക. കാരണം ഈ കുമാരനില്ലെങ്കിൽ പിന്നീട് ഇവർക്കൊന്നുമില്ല, സർവ്വം ശൂന്യമാണ് അവരെ സംബന്ധിച്ച്. അങ്ങനെ ചിതയിൽ ചാടി മരിക്കുന്ന സമയത്ത് അവർ രാജാവിനെ ശപിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണോ പുത്രദുഃഖത്താൽ മരിക്കുന്നത് അതേപോലെ അങ്ങും പുത്രവിരഹ ദുഃഖത്താൽ മരിക്കും എന്ന് ശപിക്കുകയാണ്. അപ്പോൾ അതീവ ദുഃഖിതനായിട്ട് രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക്, കാരണം മക്കളില്ലാത്ത ദുഃഖം മാറാനാണ് ഈ മൃഗയാ വിനോദത്തിന് പോയത്. ആ വിനോദത്തിന് പകരം അതും അടുത്തൊരു പുത്ര ദുഃഖത്തിൻ്റെ ഹേതുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശാപവും വാങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വസിഷ്ഠൻ വരും, എന്താണ് അങ്ങയുടെ ദുഃഖം, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇങ്ങനെ ഞാൻ ശാപഗ്രസ്തനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടതും വസിഷ്ഠന് ആഹ്ലാദമാണ് ഉണ്ടാവുന്നത്. കാരണം പുത്രന്മാരില്ലാത്ത ദുഃഖമാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവ്. അപ്പോൾ പുത്രവിരഹം ഉണ്ടാകണമെങ്കിൽ, പുത്രവിരഹത്താൽ അങ്ങ് മരിക്കുമെന്നല്ലേ ശാപം, പുത്രവിരഹം ഉണ്ടാകണമെങ്കിൽ പുത്രന്മാരാദ്യം ഉണ്ടാവണം. അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇതാണ് രാമകഥയുടെ ബീജം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ, രാജാവെന്നും ചക്രവർത്തി എന്നുമുള്ളതെല്ലാം വിട്ടു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ ചില സന്ദർഭങ്ങളിൽ അവനവൻ്റെ ധർമ്മം മറന്ന് പ്രവർത്തിക്കാൻ ഇടവരുമെന്നും അതിനൊരു തിരുത്തൽ, അപ്പോൾ ഇത് ഏത് മനുഷ്യർക്കും പറ്റും തെറ്റ്, പക്ഷേ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു തിരുത്തൽ, അതിൽ നിന്നും ഒളിച്ചോടാതെ ഇനി വരുന്നതിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് ഉപേക്ഷിച്ച് പോരാം അവിടെ നിന്ന്. ഇവരൊന്നും പറയണമെന്നില്ല, ഇവരെ അറിയണമെന്നില്ല, ഈ അച്ഛനും അമ്മയും അറിയണമെന്നില്ല ഈ കുഞ്ഞിനെ ഈ മഹാരാജാവാ ചക്രവർത്തിയാണ് വന്ന് വധിച്ചതെന്നൊന്നും അച്ഛനും അമ്മയും അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഒരിക്കലും ദശരഥ മഹാരാജാവ്, ദശരഥനെ കുറിച്ചിട്ട് നമ്മൾ പലതും കേൾക്കാറുണ്ട്, പക്ഷേ ദേവന്മാർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ള അത്രയ്ക്ക് മഹത്വമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാൻ തന്നെ മകനായിട്ട് ജനിക്കുകയുമുള്ളൂ, അത്രയും മഹത്വമുള്ള. അപ്പോൾ ഈ ദശരഥൻ ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടുകയില്ല. അപ്പോൾ വീണ്ടും തെറ്റ് ഏത് മനുഷ്യനും പറ്റും, അതേസമയം അത് തിരുത്തുവാനുള്ളൊരു മനസ്സ്, ആ മനസ്സാണ് ഇദ്ദേഹത്തിന് ഈ ശാപം അനുഗ്രഹമായിട്ട് വന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.